നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ പ്രയോഗിച്ച ആ ഓപ്പറേഷൻ സിന്ദൂറിലെ യുദ്ധതന്ത്രമാണിത് അമേരിക്ക ഇറാനെതിരെ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആര് റിപ്പോർട്ട് ചെയ്താണ്? അമേരിക്കൻ പത്രമായ വാൾസ്ട്രീറ്റ് ജേണലാണ് ഔദ്യോഗികമായി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. വാതിൽ പടിയിൽ തീയിടുക, അല്ലെങ്കിൽ വാതിൽ അകത്തു നിന്നും ആരും ഇറങ്ങാത്ത വണ്ണം അടയ്ക്കുക. ഇത് ഭാരതീയ ഇതിഹാസങ്ങളിൽ നാം കണ്ട യുദ്ധതന്ത്രമാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ശത്രു ആ ഗുഹയിലിരുന്ന് പരലോകം പോകും. ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തെ അനുകൂലിച്ചാണ് ഇറാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാത്തത് അമേരിക്കൻ സേനയെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ വീണ്ടും എഴുതുന്നു. അതെ, വാതിൽപ്പടി യുദ്ധം. പാകിസ്ഥാനിലെ കിരാന ഹിൽസിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ ആക്രമണങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ, ദൃശ്യങ്ങൾ ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളെ തകർക്കാൻ അമേരിക്കയെ എങ്ങനെ സഹായിച്ചു എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ വിശദീകരിക്കുന്നുണ്ട്. 2025 മെയ്യിൽ നടന്ന 4 ദിവസത്തെ ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും വ്യോമ ആക്രമണത്തിലൂടെ തകർക്കാൻ ഇന്ത്യ മുതിർന്നില്ല. പകരം എന്ത് ചെയ്തു? കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങളിലൂടെ കിരാന ഹിൽസ് ഡിപ്പോയുടെ കവാടങ്ങൾ, വാതിലുകൾ ഇന്ത്യ അടച്ചുപൂട്ടി സീൽ ചെയ്തു. പാകിസ്ഥാന്റെ ആണവ പോർമുനകളെ ഭൂമിക്കടിയിൽ എന്നേക്കുമായി കുഴിച്ചു മൂടി ഇന്ത്യ. ഇത്തരത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങുന്നത് ഫലത്തിൽ ആയുധങ്ങൾ നശിപ്പിക്കപ്പെട്ടതിന് തുല്യമാണ്, സംസ്കരിക്കുന്നതിന് തുല്യമാണ്. നവീകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അമേരിക്ക കണ്ടു. പാകിസ്ഥാന്റെ ആയുധ ശേഖരമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കിരാന ഹിൽസിലെ ആണവ സംഭരണശാലയിലെ ഗുഹാമുഖങ്ങളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ചെന്ന് പതിച്ചു. ഒരു ദാക്ഷിണ്യമില്ലാതെ ആഴത്തിൽ തുളച്ചു കയറുന്ന ആയുധങ്ങളുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. പ്രിസിഷൻ മിസൈലൊന്നും വേണ്ട. കവാടങ്ങൾ തകർത്ത് ആ ഭീഷണിയെ എന്നേക്കുമായി കുഴിച്ചു മൂടുക മാത്രമാണ് ഇന്ത്യ ചെയ്തത്. ഇപ്പോൾ വ്യക്തമായല്ലോ അല്ലേ? 2026 വീണ്ടും ഒന്ന് വന്നാൽ പതിറ്റാണ്ടുകളായി നിർമ്മിച്ച ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ സമാനമായ ഓപ്പറേഷൻ സിന്ധു തന്ത്രത്തിന് മുന്നിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹ്രസ്വ മിതദൂര ബാലിസ്റ്റിക് മിസൈലുകൾക്കായി നിർമ്മിച്ച കൂറ്റൻ ബങ്കറുകളിലേക്ക് അമേരിക്കൻ ഇസ്രായേലി വിമാനങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി തുരന്നു കയറുകയല്ല ഇത്തവണ ചെയ്തത്. പകരം അവ പരുന്തുകളെ പോലെ വട്ടമിട്ട് പറന്ന് മിസൈലുകൾ തൊടുക്കാൻ പുറത്തെത്തിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളെ തകർക്കുകയും തുടർന്ന് ബാക്കിയുള്ളവയെ അകത്തിട്ട് മൂടാൻ പ്രവേശന കവാടങ്ങൾ കാർപ്പറ്റ് ബോംബിംഗ് വഴി തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ ഈ വാൾസ്ട്രീറ്റ് ജേണലിന്റെ ഈ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നതാണ്. കത്തിയമർന്ന ഇറാൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങളും തകർന്ന റോക്കറ്റ് ലോഞ്ചറുകളും പടുകൂറ്റൻ താവളങ്ങളുടെ കവാടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ദൃശ്യമാണ് ഉപഗ്രഹ ദൃശ്യങ്ങളിൽ. B-2, B-52 ഹെവി ബോംബർ വിമാനങ്ങൾ വർഷിച്ച വെടിക്കോപ്പുകൾ ഈ കേന്ദ്രങ്ങളെ അങ്ങ് അവശിഷ്ടം കൊണ്ടങ്ങ് മൂടിക്കളഞ്ഞു. ടെഹ്റാന്റെ അജയ്യമായ മിസൈൽ നഗരങ്ങളെ അങ്ങനെ അമേരിക്കയും ഇസ്രയേലിൽ നിന്ന് ശവപ്പറമ്പാക്കി മാറ്റിയിരിക്കുന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ വൻ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്നതും കണ്ടെത്താൻ പ്രയാസകരവുമായിരുന്നവ, ആ ബങ്കറുകൾ ഇന്ന് മാറ്റാൻ കഴിയാത്തതും ആക്രമിക്കാൻ എളുപ്പമുള്ളതുമായി മാറിയിരിക്കുന്നു. ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരിക്കുന്നു. കോട്ടകൾ പോലെ സുരക്ഷിതമാണെന്ന് ഇറാൻ കരുതിയ സ്ഥിരമായ സംവിധാനങ്ങൾ വലിയൊരു പിഴവായി. 2025 പാകിസ്ഥാന്റെ കിരാന ആണവ കേന്ദ്രത്തിനും ഇതേ തിരിച്ചടി നേരിടുന്നു. ഇപ്പോൾ 2026 ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ. ഇറാഖി സ്കഡ് മിസൈലുകൾ പണ്ട് മാസങ്ങളോളം US സേനയ്ക്ക് നേരെ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. എങ്ങനെയാണ്? സദ്ദാം ഹുസൈൻ എന്ന ഭരണാധികാരി ഇവയെ മരുഭൂമിയിലുടനീളം വിന്യസിച്ചിരുന്നു, ചിതറി വിന്യസിച്ചു. പക്ഷേ ഇറാൻ ചെയ്ത് തിരിച്ചാണ്, എല്ലാം കൂടെ സംഭരിച്ചു വെച്ചു. ഇന്ത്യ വഴി അമേരിക്കയ്ക്കുള്ള ഒന്നാം പാഠം: 2025 പരാജയപ്പെട്ട നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് പകരം പ്രവേശന കവാടങ്ങൾ, വെന്റുകൾ, ആക്സസ് റോഡുകൾ തുടങ്ങിയ നിർണായകമായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് തകർക്കുക എന്നാണ്. ആണവ നിലയങ്ങളോ മിസൈൽ അറകളോ തകർക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവ പുറത്തേക്കെടുക്കാൻ ഉള്ള ആ മാർഗങ്ങൾ തകർത്ത് ശത്രുവിന്റെ പ്രഹരശേഷി കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രം അത് വിജയിച്ചു. അത് അമേരിക്ക എടുത്ത് പ്രയോഗിച്ചു. ഈ തന്ത്രം ഭൂഗർഭ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാണ്. ബങ്കറുകൾക്കായി കോടികൾ ചിലവഴിക്കുന്ന ഇറാൻ, ഉത്തര കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും പുനർചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരിടത്തു തന്നെ തുടരുമ്പോൾ കൃത്യതയാർന്ന ആക്രമണങ്ങൾക്ക് എളുപ്പത്തിൽ ഇരയാകാൻ സാധ്യതയുണ്ടെന്ന പാഠം അവരിതാ വീണ്ടും പഠിച്ചിരിക്കുന്നു. 2025 ഇന്ത്യയുടെ നീക്കങ്ങൾ ഇത് ഫലപ്രദമാണെന്ന് തെളിയിച്ചു. അമേരിക്കയും ഇസ്രായേലും ഇത് കൂടുതൽ വിപുലീകരിച്ചു. യുദ്ധം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ബങ്കറുകൾ സുരക്ഷിത ഇടങ്ങളായിരുന്നു. അയത്തുള്ള ഖൊമേനിക്ക് പോലും ആ ബങ്കറിൽ സുരക്ഷിതത്വം ലഭിച്ചില്ല.
തൊട്ടു പിന്നാലെ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ അതെല്ലാം കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഭാരതീയ ഇതിഹാസങ്ങളിൽ എന്താണ് യുദ്ധതന്ത്രങ്ങളായി വ്യാഖ്യാനിച്ചിരുന്നത്, എന്താണ് ആ വീരകഥകളായി ഇതിഹാസങ്ങളിൽ എഴുതപ്പെട്ടിരുന്നത്, അതേ തന്ത്രമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എടുത്ത് പ്രയോഗിച്ചത്. അതേ തന്ത്രം ഇതാ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ കടമെടുത്തു.